ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ ശത്രു സൈന്യത്തിന് പിടികൊടുക്കാതെ ജീവനൊടുക്കിയ ഉത്തര കൊറിയൻ സൈനികരെ പുകഴ്ത്തുകയാണ് ഭരണാധികാരി കിം ജോങ് ഉൻ. കീഴടങ്ങുന്നതിലും നല്ലത് മരണമാണെന്നും ഇത്തരത്തിൽ ജീവൻ വെടിഞ്ഞവർ രാജ്യത്തിന്റെ യഥാർത്ഥ വീരനായകന്മാരാണെന്നും കിം പറയുന്നു. റഷ്യയിലെ കുർസ്ക് മേഖലയിൽ കൊല്ലപ്പെട്ട സൈനികർക്കായി നിർമ്മിച്ച സ്മാരകത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലായിരുന്നു കിമ്മിന്റെ ഈ വിവാദ പരാമർശം. ഉക്രൈൻ സേനയുടെ പിടിയിലാകുന്നത് ഒഴിവാക്കാൻ ഉത്തര കൊറിയൻ സൈനികർ സ്വയം സ്ഫോടനം നടത്തിയും മറ്റും ജീവനൊടുക്കിയ പശ്ചാത്തലത്തിലാണ് കിം ജോങ് ഉന്നിന്റെ ഈ പ്രശംസ. യുദ്ധമുഖത്ത് പോരാടി മരിച്ചവരും രാജ്യത്തിന്റെ അന്തസ്സ് സംരക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ ത്യജിക്കാൻ തയ്യാറാകുന്നവരും നമ്മുടെ ഹീറോകളാണ് കിം ജോങ് ഉൻ പറഞ്ഞു. യുദ്ധത്തിൽ പരിക്കേറ്റ് മരണത്തോട് മല്ലടിക്കുന്നവരെക്കാൾ ദൗത്യം പൂർത്തിയാക്കാൻ കഴിയാത്തതിൽ മനം നൊന്ത് സ്വയം ജീവനൊടുക്കുന്നവരാണ് യഥാർത്ഥ ദേശാഭിമാനികൾ. യുദ്ധമുഖത്ത് മുന്നിൽ നിന്ന് പോരാടി വീണവർക്കൊപ്പം തന്നെ സുത്തർഹമായ ബലിദാനമാണ് സ്വയം പൊട്ടിത്തെറിച്ച സൈനികരുടേതെന്നും കിം പറയുന്നു. നമ്മുടെ മഹത്വം സംരക്ഷിക്കുന്നതിനായി ഒരു മടിയും കൂടാതെ സ്വയം പൊട്ടിത്തെറിക്കാനും ചാവേർ ആക്രമണത്തിനും തീരുമാനിച്ച അവർ വീരന്മാരായിരുന്നു. അവരുടെ ജീവത്യാഗത്തിന് നഷ്ടപരിഹാരം അർഹിക്കുന്നില്ല. അവരുടെ സ്വയം സമർപ്പണത്തിന് പാരിതോഷികം അർഹിക്കുന്നില്ല. ഇതാണ് നമ്മുടെ സൈനികരുടെ ദേശസ്നേഹത്തിന്റെ നിർവചനം. ഇതാണ് കിം ജോങ് ഉൻ പറയുന്നത്. റഷ്യൻ പ്രതിരോധ മന്ത്രി ആൻഡ്രി ബെലോസോവ്, റഷ്യൻ പാർലമെന്റ് സ്പീക്കർ വ്യാസ്യസ്ലാവ് വോലോഡിൻ എന്നിവരും ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. റഷ്യക്കൊപ്പം നിന്ന് ഉക്രൈനെതിരെ പോരാടാൻ ഏകദേശം 15,000 സൈനികരെയാണ് ഉത്തര കൊറിയ അയച്ചത്. ഈ യുദ്ധത്തിൽ ഇതുവരെ 6,000-ൽ അധികം സൈനികർ മരിച്ചതായാണ് ലഭിക്കുന്ന വിവരങ്ങൾ. യുദ്ധത്തിൽ എതിരാളികൾക്ക് കീഴടങ്ങിയാൽ യുദ്ധത്തടവുകാരാകുന്നത് ഒഴിവാക്കാൻ സൈനികർ സ്വയം ഗ്രനേഡുകൾ പൊട്ടിച്ച് മരിക്കുന്നതായി നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഉത്തര കൊറിയയിൽ സൈനികർ അന്യരാജ്യത്തിന്റെ പിടിയിലകപ്പെട്ടാൽ അതും രാജ്യദ്രോഹമായിട്ടാണ് കണക്കാക്കുന്നത്. അതേസമയം ഉക്രൈൻ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട സൈനികരുടെ എണ്ണം സംബന്ധിച്ച് ഉത്തര കൊറിയയോ റഷ്യയോ ഒരു സ്ഥിരീകരണവും നടത്തിയിട്ടില്ല. ഈ വർഷം ആദ്യം ദക്ഷിണ കൊറിയൻ മാധ്യമമായ MBC സംപ്രേഷണം ചെയ്ത ഉക്രൈന്റെ യുദ്ധ തടവുകാരായ 2 ഉത്തര കൊറിയൻ സൈനികരെ കുറിച്ചുള്ള ഒരു പരിപാടിയിൽ തനിക്ക് ഒരു ചാവേറാവാൻ കഴിയാത്തതിൽ സൈനികരിൽ ഒരാൾ ഖേദം പ്രകടിപ്പിച്ചിരുന്നു. എല്ലാവരും സ്വയം പൊട്ടിത്തെറിച്ചുവെന്നും തനിക്ക് അതിന് കഴിഞ്ഞില്ല എന്നുമായിരുന്നു ആ തടവുകാരന്റെ പ്രതികരണം. ഉക്രൈൻ അധിനിവേശത്തിന് പിന്തുണയായി തങ്ങളുടെ സൈനികരെയും യുദ്ധസാമഗ്രികളെയും നൽകുന്നതിന് പകരം സാമ്പത്തിക സഹായവും അത്യാധുനിക സൈനിക സാങ്കേതിക വിദ്യയുമാണ് റഷ്യയിൽ നിന്ന് ഉത്തര കൊറിയ കൈപ്പറ്റുന്നത്. 2024 ജൂണിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും കിം ജോങ് ഉന്നും ഒപ്പുവെച്ച പ്രതിരോധ കരാറിന്റെ തുടർച്ചയാണ് ഈ സൈനിക നീക്കം. ഏതെങ്കിലും രാജ്യം ആക്രമിക്കപ്പെട്ടാൽ പരസ്പരം സഹായിക്കും എന്നായിരുന്നു ഈ കരാറിലെ പ്രധാനപ്പെട്ട വ്യവസ്ഥ. ഉത്തര കൊറിയയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ശക്തമായ കരാറാണ് ഇതെന്നായിരുന്നു കിം ജോങ് ഉൻ അന്ന് വിശേഷിപ്പിച്ചിരുന്നത്. ഇപ്പോൾ റഷ്യൻ ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ട സൈനികരുടെ കുടുംബാംഗങ്ങളും പങ്കെടുത്ത ചടങ്ങിൽ കൊറിയൻ സെൻട്രൽ ന്യൂസ് ഏജൻസി വഴിയാണ് കിമ്മിന്റെ ഈ പ്രസംഗം പുറത്തുവിട്ടത്.